നിമിഷപ്രിയയുടെ മോചനത്തിനായി ശുഭപ്രതീക്ഷയുടെ അമ്മ. ജയിലിൽ കഴിയുന്ന മകളെ കാണാൻ അമ്മ പ്രേമകുമാരി ഏപ്രിൽ 20-ന് യമനിലേക്ക് പുറപ്പെടും. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകളുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായാണ് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അമ്മ യമനിലേക്ക് തിരിക്കുന്നത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയോടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക്. നിമിഷപ്രിയയുടെ മോചനത്തിൽ 100% പ്രതീക്ഷയുണ്ടെന്ന് അമ്മ പ്രേമകുമാരിയും കുടുംബവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലില്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാന്നല്ലേ പറയാനായിട്ട്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നേരിട്ടറിയാത്ത നിരവധി ആളുകളും സഹായവുമായി കൂടെയുണ്ടെന്നും എല്ലാവർക്കും നന്ദിയും കുടുംബാംഗങ്ങൾ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ നിമിഷയുടെ മകളും ഭർത്താവും യമനിലേക്ക് പോകുന്നില്ലെന്നും അമ്മയ്ക്ക് നിമിഷയെ കാണാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതെന്നും അഭിഭാഷകൻ. വിവിധ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ യമനികളും MA യൂസഫലി ഉൾപ്പെടെ നിരവധി പ്രമുഖരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും നിമിഷ നേഴ്സായതിനാൽ ജയിലിൽ സേവനം തുടരുന്നുണ്ടെന്നും ആ നിലയ്ക്ക് നല്ല പരിഗണന അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. I cannot reveal all the things at this point of time. I have made a lot of groundwork and everybody knows that we are coming. So that is what I can say at this point of time. First we will land in Aden and then we will go to Sana'a. Then I put a plan, groundwork where we will meet the people who are going to support us. Then we will continue, we will progress I would not say negotiations, but the process of asking the forgiveness. That is what we will be doing. Yes. So everything is in place, right? യമൻ പൗരൻ തലാൽ അബ്ദു മഹദി 2017 കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയയെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. മകളുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായി ശുഭപ്രതീക്ഷയോടെയാണ് യമനിലേക്ക് അമ്മ തിരിക്കുന്നത്. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും യമനിലേക്ക് തിരിക്കും. വധശിക്ഷയ്ക്ക് ഇളവു നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം നേരത്തെ യമൻ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതിയും തള്ളിയിരുന്നെന്നും ശരിയത്ത് നിയമപ്രകാരമുള്ള ബ്ലഡ് മണി കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിന്റെ കുടുംബം സ്വീകരിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ വാദം. വാർത്താ സമ്മേളനത്തിൽ നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ്, മകൾ മിഷേൽ ടോമി തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,